ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീയും ഞാനിവിടെ അന്യരാ. നമ്മുടെ നാട് ബോംബെയാ. ഗാഥ ഇവിടുത്തെ കുട്ടിയല്ലെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഗാഥയെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അവള് നമ്മുടെ സ്വന്തം അനുജത്തി അല്ല മോനെ. ബേട്ടാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീയും ഞാനിവിടെ അന്യരാ. നമ്മുടെ നാട് ബോംബെയാ. നമുക്ക് അവിടേക്ക് തന്നെ മടങ്ങിപ്പോകാം. ഈ തീരുമാനം മമ്മി ഇപ്പോഴല്ലേ എടുക്കേണ്ടിയിരുന്നത്. കുറെ കൂടി നേരത്തെ ആവാമായിരുന്നു. അതായത് എന്നെയും കൊണ്ട് പപ്പയോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ്. മമ്മിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി മോളെ. സംഭവിച്ചു പോയി പോലും. മമ്മിക്ക് എത്ര നിസാരമായി പറയാം. പക്ഷേ എന്റെ കാര്യോ? എന്റെ കാര്യത്തെക്കുറിച്ച് മമ്മി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ സ്വയം സ്വീകരിച്ച വഴിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കണമായിരുന്നു. മമ്മി ഇത് രണ്ടും ചെയ്തില്ല. നീ എന്നെ വിസ്തരിക്കാനോ? എന്തിനായിരുന്നു മമ്മി എന്നോട് ഈ ക്രൂരത? ഈ രഹസ്യം ഞാൻ അറിയാതിരിക്കാനുള്ള ദയെങ്കിലും മമ്മിക്ക് എന്നോട് കാട്ടിക്കൂടായിരുന്നോ? അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരാരും എന്റെ ആരുമല്ല എന്നുള്ള സത്യം കുഞ്ഞുനാളിൽ തന്നെ എന്നെ പറഞ്ഞു മനസ്സിലാക്കുകയെങ്കിലും ചെയ്തുകൂടായിരുന്നോ മമ്മി? അത്രയെങ്കിലും മമ്മിക്ക് ചെയ്യാമായിരുന്നില്ലേ? ഇതൊന്നും നീ എന്നോടല്ല ചോദിക്കേണ്ടത്, അയാളോടാ. ഇത്രയും കാലം നീ പപ്പേന്ന് വിളിച്ച ആ മനുഷ്യനോട്. അയാളെ ഒന്നിനും സമ്മതിക്കാതിരുന്നത്. ഒന്നും ആരും അറിയാൻ പാടില്ലെന്ന് അയാൾക്കായിരുന്നു നിർബന്ധം. അതാ വലിയ മനുഷ്യന്റെ മനസ്സിന്റെ മഹത്വം, ഔദാര്യം, ദയ. അല്ല, എന്നെ തോൽപ്പിക്കാൻ, എന്റെ മകളോട് സ്നേഹം ഭാവിച്ച് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. അതുകൊണ്ട് പപ്പയ്ക്ക് എന്ത് നേട്ടം മമ്മി കിട്ടാനുള്ളത്? പപ്പ, ഇനി മേലിൽ നീ അയാൾ അങ്ങനെ വിളിക്കരുത്. അയാൾ നിന്റെ ആരുമല്ല. എനിക്ക് ഒരിടവും ഇല്ലാതാക്കിയത് അയാളാ. അങ്ങനൊരു തോന്നൽ മമ്മിക്ക് ഇപ്പൊ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിയും മമ്മി മാത്രം. ഗാഥേ, നീ ഇത്രക്ക് സംസാരിക്കാൻ മാത്രം വളർന്നുവല്ലേ? കാര്യങ്ങൾ പറയുമ്പോ അതെങ്ങനെ ധിക്കാരോ മമ്മി? മതി, നീ എന്റെ കൂടെ ബോംബെക്ക് വരുന്നോ ഇല്ലയോ? നീ എന്താ ഒന്നും പറയാത്തത്? ബേട്ടി, മോളെ, മമ്മിക്ക് ഈ ലോകത്ത് മോളല്ലാതെ മറ്റാരാ ഉള്ളത്? 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മക്ക് സമമാകില്ലെന്ന് മോള് കേട്ടിട്ടില്ലേ? ഇവിടെയുള്ളവരൊന്നും നമ്മുടെ ആരുമല്ല. ഒരുപക്ഷെ അപ്പുവേട്ടനുള്ളിടത്തോളം കാലം നിന്നോട് സ്നേഹമൊക്കെ എല്ലാരും കാട്ടിയെന്നിരിക്കും. അത് കഴിഞ്ഞാലോ ആരും നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാ മമ്മി പറഞ്ഞത് നമുക്കങ്ങ് ബോംബെക്ക് മടങ്ങാന്ന്. അവിടെ മോൾക്ക് അങ്കിൾമാരുണ്ട്, പാർട്ടിയുണ്ട്, എല്ലാം രക്തബന്ധമുള്ളവരാ. മനുഷ്യരുടെ കാര്യല്ലേ. ഇതിനിടെ ഇവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? എന്റെ മോൾക്ക് പിന്നെ ആരാ ഉള്ളത്? മമ്മി എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? വേണ്ടാത്തതല്ല മോളെ, ആർക്കും ഒന്നും പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എന്റെ മോളെ എനിക്ക് എത്തിക്കേണ്ടിടത്ത് എത്തിക്കണം. അല്ലെങ്കിൽ മമ്മിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല.
മമ്മി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. മോള് മമ്മി അനുസരിക്കണം. നാളെ തന്നെ പുറപ്പെടാൻ തയ്യാറാവുകയും വേണം. ലേറ്റായി ശ്യാമേട്ടാ. ഹേയ്, ശ്യാമേട്ടൻ റെഡി ആകുമ്പോഴേക്കും ഞാൻ കാപ്പി എടുത്തു വെക്കാം. ചെല്ല്. ഗാഥയോ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ മോളെ? ഞാൻ ശ്യാമേട്ടനോട് യാത്ര ചോദിക്കാൻ വന്നതാ. ശ്യാമേട്ടൻ ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്നതിന് മുൻപ് മിക്കവാറും ഞാനിവിടുന്ന് പോയിരിക്കും. അതുകൊണ്ടാ ഇപ്പൊ വന്നത്. എവിടേക്ക്? ബോംബെക്ക്, മമ്മിയോടൊപ്പം. മോളെ, നീ എന്തായി പറയുന്നേ? ബോംബെക്ക് പോന്നോ? എന്തിന്? എന്തിനാ മോളെ? പോണം ചേച്ചി, മമ്മിയോടൊപ്പം എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോ ഞങ്ങളാരും നിന്റെ ആരുമല്ലേ? ഈ ഗംഗേച്ചും കിരീടനും പപ്പയൊന്നും നിന്റെ ആരുമല്ലെന്ന് നീ ഉറപ്പിച്ചു കഴിഞ്ഞോ? പറകാതെ നിനക്കതിന് കഴിയോ? കേട്ടില്ലേ ശ്യാമേട്ട ഗാഥ പറയുന്നേ? അവള് നമ്മുടെ ആരുമല്ലെന്ന്. നമ്മളെല്ലാം ഉപേക്ഷിച്ച് അവളുടെ അമ്മയ്ക്കൊപ്പം ബോംബെക്ക് പോവാന്ന്. പോവരുതെന്ന് പറ ശ്യാമേട്ട. ഗാഥേ, യാഥാർത്ഥ്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഓരോ സ്ഥാനങ്ങൾക്കും അർഹരാകുന്നത് ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മങ്ങൾ കൊണ്ട് കൂടിയാണെന്ന് ഓർക്കണം. ഗാഥ ഇവിടുത്തെ കുട്ടിയല്ലെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഗാഥയെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഇത് ഗാഥയുടെ വീടാണ്. പപ്പ, മമ്മി, സഹോദരങ്ങൾ, പിന്നെ ഈ ശ്യാമേട്ടൻ, എല്ലാവരും ഉണ്ട് ഗാഥയ്ക്കിവിടെ. അവിടെ ദാദിയും അങ്കിളുമാരും ഒക്കെ ഉണ്ടെന്ന് മമ്മി പറഞ്ഞു. ഏത് ദാദി, ഏത് അങ്കിൾമാർ? അവരൊക്കെ എന്നാണ് നിനക്കുണ്ടായത്? ഓർമ്മയായ കാലം മുതൽ നിന്നെ ഞാൻ ഈ ഒക്കത്ത് വെച്ച വളർത്തിയത്. ഈ ഞാൻ നിനക്ക് ആരുമല്ലാതായോ? എന്നെക്കാൾ സ്നേഹമായിരുന്നു ഗിരിക്ക് നിന്നെ. അവന് നിനക്ക് ആരുമല്ലല്ലേ? പാവം പപ്പ. ഞങ്ങളെക്കാൾ വലുതായിരുന്നു പപ്പയ്ക്ക് നീ. ആ പപ്പയെ നിനക്ക് ആരുമല്ലല്ലേ? അല്ലേടി? പറയൂ, പറയാൻ. ഇവള് പറഞ്ഞത് ശ്യാമേട്ടനും കേട്ടതല്ലേ? അവൾക്ക് അവളുടെ ദാദി അങ്കിളുമാര് മാത്രം മതിയെന്ന്. നമ്മളെ ആരും അവൾക്ക് വേണ്ടെന്ന്. കേട്ടില്ലേ ശ്യാമേട്ട ഇവള് പറഞ്ഞത്? ഗാഥേ, കണ്ടില്ലേ ഇവളുടെ സങ്കടം? നീ കണ്ടില്ലേ? ഒക്കെയും കണ്ടില്ല എന്നടിച്ചുകൊണ്ട് ഗാഥയ്ക്ക് ഇവിടുന്ന് പോകാൻ കഴിയുമോ? എല്ലാ ബന്ധങ്ങളും കേവലം ഒരു നിമിഷം കൊണ്ട് മുറിച്ചെറിഞ്ഞിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയുമോ മോളെ? ഇല്ല, ഒരിക്കലും എനിക്കതിന് കഴിയില്ല ശ്യാമേട്ടാ. പക്ഷേ എന്റെ മമ്മി പറയുമ്പോ ഞാൻ... മമ്മിയെ നിനക്ക് പറഞ്ഞു മനസ്സിലായിക്കൂടെ? ഇല്ല, എനിക്കതിന് കഴിയില്ല ശ്യാമേട്ടാ. എന്തുകൊണ്ട് കഴിയില്ല? മമ്മിക്ക് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ന്യായീകരണങ്ങളുണ്ട്. ഞാൻ മമ്മിയെ ധിക്കരിച്ച ഒരുപക്ഷെ മമ്മി എനിക്ക് നഷ്ടപ്പെടുക പോലും ചെയ്തേക്കാം. ഗംഗേച്ചി എന്നോട് പൊറുക്കണം. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. മോളെ, പോകുന്നതിന് മുൻപ് കിരീടിനെ കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇനി ഗംഗേച്ചി എന്നെ പറഞ്ഞാ മതി. ഇല്ല മോളെ, നിന്നെ ഞാൻ വിടില്ല. ഒരിടത്തേക്ക് നിന്നെ ഞാൻ വിടില്ല. വീണ്ടും എല്ലാരും ചേർന്ന് സ്നേഹനാദം കളിച്ച് എന്റെ കുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? എന്നാലേ അത് വേണ്ട. അവളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആർക്കും എന്റെ മോളുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ ബോംബെക്ക് പോകും. വാ ബേട്ടി, വാ. ഇനി ഇവിടുന്ന് ഞങ്ങള് വല്ലതും കൊണ്ടുപോകുന്നുള്ള പേടി കൊണ്ടാണ് ഈ കള്ളക്കണ്ണീരെങ്കിൽ അത് വേണ്ട. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ചുക്കും ആവശ്യമില്ല. പടി, വാ. जाओ बेटा, जाओ जाओ. बेटा गाथा, बेटा
എന്തൊക്കെയുണ്ട് ശ്യാമേട്ട? എന്തു വിശേഷം? നീ ആകെ ടയർഡായിരിക്കുന്നല്ലോ. ഓ, അത് ഈ യാത്രയുടെ ശ്യാമേട്ട. ഒന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പത്തേക്കും ഒക്കെ ശരിയായിക്കോളും. ഗംഗേച്ചി ഇവിടെ? അകത്തുണ്ട്. ചെല്ലേ. നിങ്ങളെ കാണുന്നില്ല എന്നും പറഞ്ഞ് ഗംഗ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഓ, അത് പിന്നെ ഗംഗേശ്വര ട്രേഡ് മാർക്കല്ലേ ഈ ടെൻഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യമില്ലെങ്കിലും എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കും. ആ, അപ്പുകുട്ടനായ ഫുട്ബോളും മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഇല്ല, എത്തിയില്ല. എത്തിയിട്ടില്ല. ആ, കാഞ്ചനാമ്മയായിട്ടുള്ള വൺ ഡേ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആ, നിങ്ങൾ പോയിന്ന് കുളിച്ച് ഫ്രഷ് ആയി റെസ്റ്റ് എടുക്ക്. ഞാൻ ഇന്നൊരൽപ്പം ലേറ്റാ. വൈകിട്ട് കാണാം. വൈകിട്ട് കുറച്ച് നേരത്തെ വരണേ ശ്യാമേട്ട. അപ്പോ വൈകിട്ട് കാണാം ശ്യാമേട്ടാ. ശരി. ആദ്യം ഞാൻ വലുത് അകത്താക്കാൻ നോക്കട്ടെ. നല്ല വിശപ്പ്. ഓക്കെ. ഗംഗേച്ചി, ആഹാ, എത്തിയോ? ഞാൻ കരുതി പോയ സ്ഥലത്ത് രണ്ടാളും കൂടി 10 സെന്റ് സ്ഥലം വാങ്ങി വല്ല ടെന്റും വെച്ചങ്ങ് കൂടി കാണുമെന്ന്. അങ്ങനെ ഒരു ആലോചന ഉണ്ടാകാതിരുന്നില്ല. പിന്നെ പാവം എന്റെ ഗംഗേച്ചി ശ്യാമേട്ടനും ഇവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്തപ്പോ ഓടുക്കതങ്ങ് വേണ്ടാന്ന് വെച്ചു. എങ്ങനെ, എന്റെ വക്കീലേട്ടനെ സഹിക്കാലോ അല്ലേ? ഒന്ന് പോവണേ. സഹിക്കാന്നു മാത്രല്ല, ഗാഢമായ പ്രണയത്തിലുമാണ് അല്ലേ ഈ പെണ്ണ്? മഹത്തായ ഹണിമൂൺ ട്രിപ്പും കഴിഞ്ഞ് വിജയകരമായി ഞങ്ങൾ ഇങ്ങ് മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനി വക്കീലിന്റെയും ധർമ്മപത്നിയുടെയും ഹണിമൂൺ ട്രിപ്പ് എന്നത്തേക്കാണാവോ? ഓ, ഏതായാലും നിങ്ങൾ പോയല്ലോ, തൽക്കാലം അത് മതി. ആഹാ, അത് കൊള്ളാലോ. ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിന് പകരാകുന്ന എങ്ങനെയാ? ഇത് ശബരിമലയിലേക്ക് വഴിപാട് കൊടുത്തുവിടുന്ന പോലാണല്ലോ. പോകാൻ പറ്റാത്തവര് പകരം നെയ്ത്തേങ്ങ കൊടുത്തയക്കും. ഒന്ന് പോടാ അവിടുന്ന്. ആ, ഗാഥ എവിടെ ഗംഗേച്ചി? അവളുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ആളിവിടെ ഇല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ കാർ ഇവിടെ ലാൻഡ് ചെയ്തപ്പോ തന്നെ ആളിവിടെ ഫാലിനാവൂലായിരുന്ന ശാലു. രാവിലെ തന്നെ എങ്ങോട്ടെങ്കിലും വണ്ടി വിട്ട് കാണും. നോക്കട്ടെ. ഗിരി, എന്താ ഗംഗച്ചി? ഒക്കെയും നമ്മൾ സംശയിച്ചിരുന്ന പോലെ തന്നെ ആയടാ. എന്ത്? ഗാഥ. ഗാഥ? അവള് നമ്മുടെ സ്വന്തം അനുജത്തി അല്ല മോനെ. അവള് കഞ്ഞനാമ്മയുടെ മാത്രം മോളത്രേ. നമ്മൾ ആരുമായും അവൾക്കൊരു രക്തബന്ധവും ഇല്ലെന്ന്. ചേച്ചി പറയുന്നത് സത്യഗിരി, ഇവിടെ എല്ലാവരും ആ സത്യം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഗാഥയും. ഗാഥ അവളും? അതെ ഗിരി, അവൾ കഞ്ചനാമ്മയോടൊപ്പം പോവുക അത്രേ ബോംബെക്ക്. ഗാഥക്കുട്ടി, എടി കാന്താരി, നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ ഞങ്ങള് വന്നറിഞ്ഞിട്ട് നീ താഴേക്ക് വരാതിരുന്നത്? നാത്തുമ്പൂര് തുടങ്ങിയോടി. ഞാൻ അറിഞ്ഞില്ല. ഓ, പിന്നെ നോണയൊന്നും പറയണ്ട. ഈ പറമ്പിലൊരു ഈച്ച കയറിയപ്പോലും ആദ്യം അറിയുന്ന പാട്ടിയാ. മുട്ടനൊരു കാറ് വന്നിട്ട് അറിഞ്ഞില്ല പോലും. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. അല്ല, ഈ ബാഗൊക്കെ കെട്ടിപ്പറക്കി എങ്ങോട്ട് പോകാനുള്ള പരിപാടിയാ? എക്സ്കർഷനാ? അതോ ഞങ്ങള് പോയതുപോലെ ഹണിമൂൺ ട്രിപ്പ് വല്ലതാണോ? ഇതിപ്പോ എന്താ പെണ്ണ, നിനക്കൊരു വലിയ ജാട. ഒരു തമാശ പറഞ്ഞിട്ട് പോലും ചിരിക്കാത്തത്. ഒന്ന് നേരെ നോക്കടിക്കോതെ. ഗാദി, എന്താ? എന്തിനാ നീ കരയുന്നേ?
എന്തു പറ്റിക്കാതെ? എന്തു പറ്റി? കഞ്ചനാമ്മയായിട്ട് വഴക്കുണ്ടാക്കിയോ? പറ മോളെ, എന്താ എന്താ നിനക്കുണ്ടായി? എന്തു പറ്റി? ഗാദേ, എന്താ ഉണ്ടായേ? എന്നോട് പറ ഗാദേ. ഗിരിയേട്ടാ, ഗംഗേച്ചി, ഗാഥ എന്ത് ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല. എന്താ ഉണ്ടായേ? എന്തു പറ്റി? ഗിരിയേട്ടാ,